ശ്രീ SS നായർ, എന്തൊക്കെയാണ് താങ്കൾ ഈ ബജറ്റിൽ കാണുന്ന പ്രതീക്ഷകൾ? എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 116 അനുസരിച്ചിട്ടുള്ള ഒരു ഇന്ററിം ബഡ്ജറ്റാണ് ഇന്ന് പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. അതൊരു ടെമ്പററി ഫൈനാൻഷ്യൽ പ്ലാനാണ്. അതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് ഫൈനാൻഷ്യൽ പ്ലാൻ എന്ന് നമ്മൾ സൂചിപ്പിക്കും. വേറെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓട്ടോൺ അക്കൗണ്ടാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ വരുന്ന 2 മാസക്കാലത്തേക്ക് ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്രൂവൽ പാർലമെൻറ്റിൽ തേടുന്ന ഒരു ബഡ്ജറ്റാണ്. നിർമ്മല സീതാറാം 2 ദിവസത്തിന് മുമ്പ് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ സൂചിപ്പിച്ചത് വലിയ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഡിക്ലറേഷൻസ് സാധ്യതയില്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വലിയ പോളിസി ചേഞ്ചസ് ഇതൊന്നും പാടില്ല, കാരണം ഇലക്ഷൻ മോഡിലാണ് രാജ്യം, അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നൊക്കെ അവർ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ എങ്കിൽ പോലും പൊളിറ്റീഷ്യൻസാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഗവൺമെൻറ് മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റീഷ്യൻസാണ്. എന്തായാലും രാഷ്ട്രീയത്തിൻ്റെ ഭാവം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് കുറച്ചൊരു പൊളിറ്റിക്കൽ ചായ്വോടുകൂടിയുള്ള ബഡ്ജറ്റ്, ഒരു ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ സാധ്യത ഞാനിതിൽ കാണുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഏതാണ്ട് ഒരു 50-55 ലക്ഷം കോടി സൈസിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ആണ് എൻ്റെ പ്രതീക്ഷയിൽ ഉള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ, മേരി ടീച്ചർ മുതൽ മറ്റു ആളുകൾ സൂചിപ്പിച്ച പോലെ തന്നെ വളരെയധികം ഫോക്കസ് കൊടുക്കേണ്ട ഒരു മേഖല അഗ്രേറിയൻ മേഖല തന്നെയാണ്, കാർഷിക മേഖല തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കർഷകൻ നാടിൻ്റെ നട്ടെല്ലാണ് എന്നൊക്കെ സൂചിപ്പിക്കുകയാണെങ്കിൽ പോലും കർഷകനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മേഖലയാണ് ഇന്ന് ഇന്ത്യയിൽ ഭരണാധികാരികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകൻ ഒരു ഡിസാറ്റിസ്ഫൈഡ് കമ്മ്യൂണിറ്റിയായി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡിസാറ്റിസ്ഫൈഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് താഴ്ന്നിരിക്കുന്നു. വിഷമങ്ങൾ, വേദനകൾ, കാലാവസ്ഥ മാറുമ്പോൾ അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, സോയിൽ ഇറോഷൻസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിയുടെ ഡിപ്ലീഷൻസ്, മഴയുടെ അഭാവങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മിനിമം പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യം, സപ്പോർട്ടിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ കർഷകനാണ് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ വേദനകളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ഒരു ഭരണാധികാരി വളരെ ഫോക്കസോടുകൂടി ഇടപെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതാണ്ട് നിർമ്മല സീതാറാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞതുപോലെ ഇടനിലക്കാരുടെ ചൂഷണങ്ങളൊക്കെ മറികടക്കാനുള്ള ബില്ലുകൾ സംരംഭങ്ങളായി കൊണ്ടുവരുന്ന ഒരു ഘട്ടമില്ലേ? അതൊക്കെ പ്രതിഷേധങ്ങളുടെയും ആൾബലത്തിൻ്റെയും അർത്ഥത്തിൽ ചില ഗ്രൂപ്പുകളുമായി ചേർന്ന് അട്ടിമറിക്കുകയല്ലേ ചെയ്തത്? സർക്കാർ വളരെ സിൻസിയറായി തന്നെയല്ലേ ആ കാര്യങ്ങളിൽ ഇടപെട്ടത്? അങ്ങനെ ഒരു വാദം ഉയർന്നു ശ്രീ SS നായർ. അത് ശരിയാണ്. ഞാനതിനെ അക്കാര്യത്തിൽ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷേ എങ്കിലും കുറച്ചുകൂടി ധീരതയോടുകൂടി തന്നെ നമ്മൾ സർക്കാർ നേരിടേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള അലോക്കേഷൻ ഏതാണ്ട് 18% മാത്രമേ ഉള്ളൂ. ഡിഫൻസിന് 55%, അതുപോലെ ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തു. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് വന്നപ്പോൾ ഏതാണ്ട് 18% മാത്രമേ, 1,25,000 കോടി എങ്ങാണ്ട് അലോക്കേഷൻസ് മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. ശ്രീ വസന്ത് തങ്കമ്പള്ളി, ഈ ബജറ്റിനെ രാഷ്ട്രീയമായി കാണുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ സാധ്യതകൾ കാണേണ്ടതുണ്ട്. കാരണം ബജറ്റ് എപ്പോഴും അങ്ങനെ സംവദിക്കുന്നതാണ്. അതിന് തീർച്ചയായും അതിന് രാഷ്ട്രീയമുണ്ട്. ഓരോ രാഷ്ട്രീയവും അതർത്ഥത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ. അത് ലോകത്തിൻ്റെ കാര്യത്തിലും അതെ, ചരിത്രത്തിൻ്റെ കാര്യത്തിലും അതെ, ഇന്ത്യയുടെ കാര്യത്തിലും അതെ, സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലും അതെ. പക്ഷേ എന്നിരുന്നാൽ പോലും കക്ഷി രാഷ്ട്രീയ സങ്കുചിത ഭാവം വിട്ട് ഈ ഇടക്കാല ബജറ്റിൽ എന്ത് പ്രതീക്ഷയാണ് കോൺഗ്രസ് കാണുന്നത്? ശ്രീ അജിംഷാദ്, ഇതിൽ പൊളിറ്റിക്സ് അല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റില്ല. മാക്സിമം പോയാൽ സീതാരാമന്റെ കുറച്ച് പൊളിറ്റിക്സ് കൂടി കാണാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ടാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ, അത് കഴിഞ്ഞ് ഒരു 2 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ്. അതിനൊരു ബഡ്ജറ്റ് എന്ന് പൂർണ്ണാർത്ഥത്തിൽ വിളിക്കുന്നതിന് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ചില ഗിമ്മിക്കുകൾ, കുറച്ച് പൊളിറ്റിക്സുകൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, ചില സുന്ദര സുരഭില സ്വപ്നങ്ങൾ, അത് വിൽക്കാൻ വേണ്ടി ഇറങ്ങും ഇന്ന് നിർമ്മല സീതാരാമൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് സ്വപ്നം വിൽക്കുന്ന സ്വപ്ന കച്ചവടക്കാരിയായി മാത്രമേ ഇന്ന് സീതാരാമൻ മാറുകയുള്ളൂ. നോക്കൂ, ഇവിടെ ഈ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നം ഏതാണ്? അത് പെട്രോളിയം പ്രൈസ് ആണ്. 1. 2 LPG ആണ്. ഇന്നിപ്പോ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങൾ അടക്കം സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലോ,
വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചെന്നേ. ഇപ്പോൾ ഈ റൈറ്റ് നൗ ഈ ബഡ്ജറ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഈ അടുക്കളയിലെ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കാത്തത് ബഡ്ജറ്റ് ഒന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാവാം, അല്ലെങ്കിൽ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ. ഇതാണ് ഇവരുടെ നാരീശക്തി. അപ്പൊ അവർ ചോദിക്കും, ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് നാരീശക്തിയെ ബാധിക്കുക? സാധാരണക്കാരൻ ഒരു ഓടിട്ട കടയിൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ ഹോട്ടൽ നടത്തുന്നവൻ, രാവിലെ 10 പൊറോട്ട അടിച്ചു കൊടുക്കുന്നവൻ വാണിജ്യ സിലിണ്ടർ തന്നെ മേടിക്കേണ്ട അവസ്ഥയാണ്. അവൻ എന്തെങ്കിലും അവിടെ വിറ്റ് ഉണ്ടാക്കിയാലാണ് വീട്ടിലേക്ക് അരി മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുക. എങ്കിലേ വീട്ടിലെ LPG, ഇവർ ഈ 915 കൊടുക്കുന്ന LPG പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ ഇപ്പുറത്തെ വാണിജ്യ സിലിണ്ടർ പ്രവർത്തിപ്പിക്കപ്പെടണം. അപ്പൊ സ്വാഭാവികമായും ആ പൈസ ഇല്ലാതാവുക, ബിസിനസ്സുകളെ തകർക്കുക, ചെറുകിട ബിസിനസ്സുകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ബഡ്ജറ്ററി പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഇവരുടെ ബഡ്ജറ്റുകളിൽ നമ്മൾ കണ്ടുവരുന്നത്. നോക്കൂ, കഴിഞ്ഞ 9 വർഷക്കാലങ്ങളിൽ ഇവർ പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന എല്ലാ ബഡ്ജറ്റിലും ഒരു അഗ്രേറിയൻ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ അഗ്രികൾച്ചർ മേഖലയിലേക്കുള്ള നെല്ലിന്റെ താങ്ങുവിലയാവട്ടെ, ഗോതമ്പിന്റെ താങ്ങുവിലയാവട്ടെ, ഇനി കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളവും തമിഴ്നാടും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തേങ്ങയുടെ താങ്ങുവിലയാവട്ടെ, അങ്ങനെ ഈ അഗ്രേറിയൻ പ്രൊഡക്ട്സിന്റെ താങ്ങുവിലകൾ എല്ലാ ഘട്ടങ്ങളിലും അവർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞത് കർഷകൻ ഇതാ നോക്കൂ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കൊടുക്കുന്നു, അങ്ങനെ കുറെ. ഇത് കേരളത്തിലൊക്കെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇത് പോസിബിൾ ആണ്. നോക്കൂ, ഇൻഷുറൻസ് കൊടുക്കുന്നു, കർഷകർ ഇൻഷുറൻസ് ഇല്ലേ. പക്ഷേ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്റ്റഡി നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം പോപ്പുലേഷൻ സർവേ ഓഫ് ഇന്ത്യ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 22-23% കർഷകരിലേക്ക് മാത്രമേ ഇത് എത്തപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഡയറക്റ്റ്ലി 50 അല്ലെങ്കിൽ 60% കർഷകരിലേക്ക് ഡയറക്ട് പേയിലൂടെ കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങൾ ഇവർ ഇതാ ഞങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ, നല്ല ഇനിഷ്യേറ്റീവ് തന്നെ. പക്ഷേ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാതെ ഇറങ്ങി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നം, അത് നേരെ പാതിയിലേക്ക് കട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ സർക്കാരിന്റെ കയ്യിലേക്ക് സർക്കാരിന് പ്രഖ്യാപനം നടത്തിയാൽ മതി, ഫണ്ട് റിലീസ് ചെയ്യേണ്ട എന്നുള്ളൊരു അവസ്ഥ ഇത്തരം പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഈ നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്നത് മുഴുവൻ അറ്റർ ഫെയിലിയേഴ്സും ഉട്ടോപ്യൻ ബഡ്ജറ്റുകളുമാണ് എന്ന് പറഞ്ഞത് നമ്മളാരും അല്ലല്ലോ. സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നു, അവരുടെ ഹസ്ബൻഡ് തന്നെയായ എക്കണോമിക്സ്റ്റ് പറയുന്നു. ഇങ്ങനെ അവരുടെ ഫീൽഡിൽ നിന്നുള്ളവർ തന്നെ വീണ്ടും വിളിച്ചു പറയാണ്. ഈ സർക്കാർ, ഈ BJP സർക്കാർ, NDA സർക്കാർ, സീതാരാമൻ അവരുടെ ബഡ്ജറ്റുകൾ ആകെപ്പാടെ പൂർത്തീകരിച്ചത് രാംലല്ലയാണ്. ഇപ്പൊ ഗ്യാൻവാവിലേക്ക് പോയിട്ടുണ്ട്, കോടികൾ ഇനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും. അപ്പോ അടിസ്ഥാന പ്രശ്നങ്ങൾ, രഞ്ജിത്ത് കാർത്തികേയൻ, താങ്കൾ പറയുന്ന വാദങ്ങളെ ചിരി കൊണ്ടാണ് തടയുന്നത്. എന്താണെന്നൊന്ന് ചോദിക്കാം, ഒന്ന് ഇടപെട്ടാൽ ഒരു ഈ പോയിന്റ് ഓഫ് ഓർഡർ എന്നൊക്കെ പറയാം. കാരണം പറഞ്ഞാല് ഞാൻ വിചാരിക്കുന്നത് ഒരു അട്ടർ ഫെയിലിയർ ആയ ഒരു എക്കോണമി കൺസിസ്റ്റന്റ് ആയിട്ട് 7% ഗ്രോ ചെയ്യുമ്പോ ഒരു കുറച്ചുകൂടെ സക്സസ്ഫുൾ, അദ്ദേഹത്തിനും കൂടെയൊക്കെ താല്പര്യമുള്ളൊരു ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ ഒരു 18-20% വെച്ച് ഗ്രോ ചെയ്യുമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ഒരു ഫെയിലിയർ ആയ ബഡ്ജറ്റ് നമുക്ക് ഒരു തന്നിട്ടുള്ള ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഭീകരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രാഷ്ട്രീയം കൊള്ളാം, നല്ലതാണ്. എനിക്ക് നിങ്ങൾക്കും എല്ലാം അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. ഈവൻ ഈ നേരത്തെ ഒരു പരിഹാസമായിട്ട് പറഞ്ഞ രാംലല്ലയുടെ എക്കണോമിക് മാറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് അവിടുത്തെ ലോക്കൽ ആളുകൾക്കുണ്ടാകുന്ന ആ ഒരു ജോബ് ക്രിയേഷൻ, ആ എക്കണോമിയിൽ ഉണ്ടാകുന്ന വർധനവ്, അപ്പം ഒരു കാരണവശാലും ഒരു അട്ടർ ഫെയിലിയർ എന്ന് പറയുന്ന ആള് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? 11% ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. അതായത് അട്ടർ ഫെയിലിയർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് അത് അംഗീകരിച്ച ഒരാള് 7% കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആണെന്നും ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ആയിട്ട് എല്ലാ വേൾഡ് ഓർഗനൈസേഷൻസും അംഗീകരിച്ച ഒരു രാഷ്ട്രത്തെ അതിന്റെ ഒരു ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നതെല്ലാം വിഡിത്തമാണെന്നും അങ്ങ് പറയുന്നത് മാത്രമാണ് കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വന്നുപോയി. അതുകൊണ്ടാണ് ക്ഷമിക്കണം ചിരിച്ചതിന്. ശ്രീ തെങ്ങമ്പള്ളി കംപ്ലീറ്റ് ചെയ്യൂ. അല്ല, ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയൊക്കെ പാലിക്കുന്നവരാണ് സാർ, ശ്രീരഞ്ജിത്ത്. അതുകൊണ്ട് അങ്ങ് ചിരിക്കുകയോ കരയുകയോ അങ്ങനെ ഇവിടെ ഇരുന്ന് കൈകൊട്ടി ചിരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഇതിനെ അംഗീകരിക്കുന്നവരാണ്. നിങ്ങൾക്കാണ് ഇതിനോട് ബുദ്ധിമുട്ട്. ഇപ്പൊ അങ്ങെന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ചിരിച്ചാൽ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അസഹിഷ്ണുത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, അതോടെ വയ്ക്കട്ടെ.
അല്ല അത് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് അതിനൊന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. കാരണം എന്ന് പറഞ്ഞാല് പാർലമെന്റിലേക്ക് വന്നാൽ മതി എന്നുള്ള ശബ്ദത്തിൽ മോദി പറഞ്ഞ എന്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയുള്ള എന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എനിക്ക് മേരി ടീച്ചറിലേക്ക് പോകണം, കാരണം എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 7% കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേക്കുള്ള വിഷമത്തിന് ഞാനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അങ്ങ് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ ഭാഗമാകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് രാഷ്ട്രം. ഞാൻ പെട്ടെന്ന് അദ്ദേഹം GDP-യുടെ കൺസിസ്റ്റന്റ് ഗ്രോത്ത് പറഞ്ഞല്ലോ. പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട MP-മാരുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാരുടെ കണക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു ഓർഗനൈസേഷന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ചർച്ച തീരുന്നതിന് മുമ്പ് അത് കണ്ടെത്തി പറയാം. അവര് വെളിയിൽ വിടുന്ന കണക്ക് ശരിയാണെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ 10% വർധനമാണ് 7 വർഷത്തിന് 8 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത്. അത്രമാത്രം അസഹിഷ്ണുതയുള്ള പാർലമെന്റിൽ MP-മാരെ സംസാരിക്കാൻ സമ്മതിക്കാത്ത നിങ്ങളാണ് ഇവിടെ സഹിഷ്ണുതയെ പറ്റി പറയുന്നത്. അതോടെ നിൽക്കട്ടെ, ഞാനല്ല സംസാരിക്കും, ഞാൻ MP അല്ല കേട്ടോ, ഞാൻ MP അല്ല. എന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടില്ല. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എനിക്ക് എന്റെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു എക്കണോമിക് അനാലിസിസ്, ഇപ്പം പ്രൊഫസർ മേരി ജോർജ് അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ ഇതിനകത്ത് ഞാൻ കാണുന്ന രാഷ്ട്രീയമില്ല. അങ്ങ് ഒരിക്കലും എന്നെ ബ്രാക്കറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഒബ്സർവർ ആയിട്ട്, ഒരു ഫിനാൻഷ്യലോ അല്ലെങ്കിൽ എക്കണോമിക് ഒബ്സർവർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഒരു പാർട്ടിയുടെയും ബ്രാക്കറ്റ് അതാണ് ഞാൻ BJP-കാരനല്ല, എനിക്ക് BJP-യോട് അനുകൂലമില്ല, ഞാനൊരു സാമ്പത്തിക വിദഗ്ധൻ മാത്രമാണ്, ആ നിരീക്ഷണമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഇനി നമ്മൾ അതിലേക്ക് പോകണ്ട. തീർച്ചയായും തെങ്ങമ്പള്ളി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്, ഈ രാംലല്ലയുടെ ഒരു എക്കണോമിക് സൈഡ് നമ്മൾ കാണണം. അവിടെ ഉണ്ടാവുന്ന ജോബ് ക്രിയേഷൻ, മറ്റുള്ള കാര്യങ്ങൾ കാണണം. ഇത് തന്നെ ആയിരുന്നല്ലോ ഞങ്ങളുടെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന RSS-നെ നിരോധിച്ച മുൻ ആഭ്യന്തരമന്ത്രി പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോ പറഞ്ഞത്. അതിന്റെ കണക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? എത്രത്തോളം അവിടെ ജോബ് ക്രിയേഷൻ ഉണ്ടായി? എന്ത് എക്കണോമിക് പർപ്പസ് ആണ് അവിടെ നടന്നത്? ഒന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഫോട്ടോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു ഇക്കണോമിക് പർപ്പസ് നടക്കും. ഏതാണെന്ന് അറിയാമോ? നിങ്ങൾ കുറച്ചുകൂടി PR-ൽ ഉപയോഗിക്കേണ്ടിരുന്ന പണം അത്രയും കൂടെ കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് ഇലക്ഷന് കുറച്ചുകൂടി സൗകര്യപ്രദമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി BJP-യുടെ ഇലക്ഷൻ ഫണ്ട് കുറച്ച് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇവരുടെ പ്രശ്നങ്ങൾ ഇപ്പൊ അദ്ദേഹം ചോദിച്ചു GDP, അതിലും കൂടെ എനിക്ക് ഇതിനുണ്ട്. ഇപ്പൊ GDP ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിസമ്പന്നർ തന്നെ വളർന്നുകൊണ്ടിരുന്നാൽ മതി, GDP ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. അത് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങേക്ക് GDP എന്ന് അതിന്റെ സോഷ്യൽ മാനങ്ങൾ, എക്കണോമിക്സിന് എപ്പോഴും ഒരു സോഷ്യൽ മാനങ്ങളുണ്ട്. അതുകൂടി അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ കാണണമെന്ന് പറയുന്ന വിശാലമായ അർത്ഥമാണ് തെങ്ങമ്പള്ളി തുറന്നിടുന്നത്. ഞാൻ മേരി ടീച്ചറിലേക്ക് തന്നെ. മേരി ടീച്ചർ, ഈ നോട്ട് നിരോധനത്തിന്റെ കാലത്തിൽ, ഡിമോണിറ്റൈസേഷന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഓരോ കടലില്ലാത്തടത്ത് പോലും തുറമുഖം പണിയാനുള്ള പൈസ ലഭിക്കുമെന്നൊക്കെ. പക്ഷേ എന്നിട്ട് പുതിയ നോട്ട് അടിക്കാനുള്ള പൈസ പോലും കിട്ടിയില്ല. അതായത് 99.7% അങ്ങോട്ട് തിരിച്ചു വന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഈ വാഗ്ദാനങ്ങളുണ്ട്. അതുപോലെയാണോ ഈ 7% കൺസിസ്റ്റന്റ് ഗ്രോത്ത് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു എന്ന് പറയുന്നു? പക്ഷെ വിലക്കയറ്റമുണ്ട്, തക്കാളിക്ക് വരെ വില കൂടുന്നു എന്ന് ബോളിവുഡിലെ സെലിബ്രിറ്റികൾ പോലും ട്വീറ്റ് ചെയ്യുന്നൊരു കാലമാണ് നമ്മളൊക്കെ അനുഭവിക്കുകയാണ്. ഇപ്പോഴും ബ്രേക്കിംഗ് പോകുന്നുണ്ട്, വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടിയെന്ന്. ഗാർഹിക സിലിണ്ടറിൻ്റെ അല്ല, വാണിജ്യ സിലിണ്ടറിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കാനാകുന്നത്? വിലക്കയറ്റവും പണപ്പെരുപ്പവും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ 7% കൺസിസ്റ്റന്റ് ഗ്രോത്തിൻ്റെ പിന്നിൽ ഞങ്ങൾക്കറിയാവുന്ന ഭാഷയിലുള്ള ഒരു വിശദീകരണം മേരി ടീച്ചർ? അജിംഷാദ്, അതിനെ ആദ്യം തുടങ്ങേണ്ടത് ആദ്യ മോദി ഗവൺമെന്റിന്റെ ഭരണത്തിൽ നിന്നാണ്. അതായത് 2014-15 തുടങ്ങിയ ഭരണത്തില്. അപ്പോൾ അനന്ത സുബ്രഹ്മണ്യൻ എന്നൊരു ഒരു CEO ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് ശേഷം, അതായത് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പിരിഞ്ഞ് അമേരിക്കയിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലാവണത്തിലേക്ക് തന്നെ പിരിഞ്ഞു പോയതിന് ശേഷം ഈ ഡിമോണിറ്റൈസേഷനെ പറ്റി പറഞ്ഞതിനേക്കാൾ ഉപരി അദ്ദേഹം ഈ റേറ്റ് ഓഫ് ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 7% എന്നൊക്കെ നമ്മുടെ രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞത് അതിനെപ്പറ്റി അതെ അദ്ദേഹം പറഞ്ഞതുപോലെ പിന്നെ പ്രതികൂലമായിട്ട് ഈ അനന്ത സുബ്രഹ്മണ്യൻ തന്നെ അദ്ദേഹം പിരിഞ്ഞു പോകാനുണ്ടായ കാരണങ്ങളും ഇത്തരമുള്ള കാര്യങ്ങളായിരിക്കാം. അദ്ദേഹം പറഞ്ഞത് 2004-05 ബേസിലാണ് മൻമോഹൻ സിംഗ് UPA 1 ഗവൺമെന്റ് UPA 2 ഗവൺമെന്റും ഒക്കെ
GDP ഗ്രോത്ത് പിന്നെ കണക്ക് കൂട്ടിയിരുന്നു. അതായത് ഈ GDP ഗ്രോത്ത്, അതായത് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ലോകത്തെല്ലാം കമ്പാരിസൺ സാധ്യമാകണം. എല്ലാ രാഷ്ട്രങ്ങളുടെയും നാഷണൽ ഇൻകങ്ങൾ തമ്മിൽ കമ്പാരിസൺ സാധ്യമാകണം. അതിന് യുണൈറ്റഡ് നേഷൻസ് 1963 കൊണ്ടുവന്ന ഒരു രീതിയുണ്ട്. ആ പാറ്റേണിലാണ് സാധാരണ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നടത്തുക. അതായത് എല്ലാ ലോകത്തും എല്ലാ രാജ്യങ്ങളിലെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധ്യതയുണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഈ 2004-05 അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ 2011-12 ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു രീതി അല്ലായിരുന്നു അത്. നരേന്ദ്രമോദി ഗവൺമെന്റ്, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു തത്വമുണ്ട്, ഡേറ്റ കുക്കിംഗ്. നമ്മൾ ആവശ്യപ്പെട്ടതല്ല നടക്കുന്നത് എങ്കിൽ നമുക്ക് ആവശ്യപ്പെട്ട രീതിയിൽ നമ്മൾ ഡേറ്റ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഡേറ്റ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഫലമാണ് 2004-05 ബേസ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് 2011-12 മാറ്റിയത്. അതായിരുന്നു അനന്തസുബ്രഹ്മണ്യന്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം മോദി ഗവൺമെന്റ്. അതായത് അദ്ദേഹം തന്നെ CEO ആയി പ്രവർത്തിച്ച മോദി ഗവൺമെന്റിനെതിരെ അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം ആയിരുന്നു. അത് ഈ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിലെ ആർട്ടിക്കിളായിട്ട് വളരെ നന്നായി വന്നിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് അതുകൊണ്ട് കാണിക്കുന്നത്? ഈ 11-12 ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ബേസ് പീരിയഡ്. ആ ബേസ് പീരിയഡ് ഷിഫ്റ്റിംഗ് കൊണ്ട് തന്നെ, അതായത് അവര് അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടൂൾസ്, മെത്തേഡ് ഓഫ് കാൽക്കുലേഷനിൽ തന്നെ വ്യത്യാസം വരുത്തി അതനുസരിച്ച് ഇപ്പൊ പിന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് 7 to 8 അല്ലെങ്കിൽ 6 to 7% റേറ്റ് ഓഫ് ഗ്രോത്ത് വരത്തക്ക രീതിയിലാണ് അത് നടത്തിയിരിക്കുന്ന മാനിപ്പുലേഷൻ. അപ്പൊ അതിൽ കൂടുതൽ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അത് കുറച്ചും കൂടി എന്താ പറയുക ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. ഇത് അനന്തസുബ്രഹ്മണ്യൻ തന്നെ സമ്മതിച്ച ക്രിട്ടിക്കൽ, അദ്ദേഹം തന്നെ മോദി ഗവൺമെന്റിനെ വിമർശിച്ചെഴുതിയ ലേഖനത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ഊതി വീർപ്പിച്ച കണക്കുകൾ നമുക്കറിയാം. ഓപ്പൺ ഡെഫിക്കേഷന്റെ കാര്യം തന്നെ, ഇന്ത്യ ഓപ്പൺ ഡെഫിക്കേഷൻ, അതായത് മലമൂത്ര വിസർജനം വെളിയിൽ നടത്താത്ത രാജ്യമാണ് പൂർണ്ണമായിട്ടും. എന്ന് വെച്ചാൽ സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രയോജനം കൊണ്ട് ഇന്ത്യയിലെ ഓപ്പൺ ഡെഫിക്കേഷൻ, അതായത് മലമൂത്ര വിസർജനം പുറത്ത് നടത്തുന്നു നിന്നു എന്ന് 2018 നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു. പക്ഷേ 2019-20 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർ പറയുന്നു 38% മലമൂത്ര വിസർജന ജനങ്ങളും ഇപ്പോഴും പുറത്താണ് മലമൂത്ര വിസർജനം നടത്തുന്നത്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. കേട്ട പാടെ അവരുടെ റിപ്പോർട്ട് വന്ന പാടെ ആ റിപ്പോർട്ടിനെ തള്ളി പറഞ്ഞുകൊണ്ട് അതിൻ്റെ തലപ്പത്തിരുന്ന അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളെ പിന്നെ ഡിസ്മിസ് ചെയ്യുന്നു. അദ്ദേഹം പിന്നെ രാജിവെച്ച് പോയി യുണൈറ്റഡ് നേഷൻസ് തന്നെ പോപ്പുലേഷൻ സെക്ഷനിൽ വലിയൊരു സെക്ഷന്റെ ഹെഡായിട്ടിരിക്കുകയാണ് ഇപ്പോ. അപ്പൊ ഇതുപോലെ മാനിപ്പുലേഷൻ അതെ അതെ അങ്ങനെ അദ്ദേഹത്തെ തള്ളിവിട്ടത് കാരണം കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പോയത്. അതാ രഞ്ജിത്ത് കാർത്തികേയൻ എന്തോ സംശയം ചോദിക്കുന്നു ടീച്ചറിനോട്. പെട്ടെന്ന് ഇടയ്ക്ക് ഒരിത്തിരി തരാം. ചോദിച്ചോ. വേൾഡ് ബാങ്കിന്റെയും മോർഗൻ സ്റ്റാൻലി ഇങ്ങനെയുള്ള ഏജൻസീസ് ടീച്ചർ പറഞ്ഞല്ലോ, ഈ വലിയ വെളിയിലുള്ള ഏജൻസീസിന്റെ റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകളെല്ലാം നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞത് യുണൈറ്റഡ് നേഷൻസ് ആണ്, വേൾഡ് ബാങ്ക് അല്ല. മോർഗൻ സ്റ്റാൻലി 7.2% ആണ്. രഞ്ജിത്ത് അതുപോലെ തന്നെ ഹഷ്മി, അതായത് എന്തെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് മോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്ന ആദ്യം തന്നെ പ്ലാനിംഗ് കമ്മീഷൻ കളഞ്ഞു, അതിന് പകരം നീതി ആയോഗ് കൊണ്ടുവന്നു, അതിന്റെ നിഴല് പോലെ പോലും വരത്തില്ല. അതോടുകൂടി ഇന്ത്യയിലെ ആ വികസനത്തിന്റെ ആ ഒരു കാറ്റലിസ്റ്റ്, ഒരു രാസത്വരകമായിരുന്നു സത്യം പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ. അതിനകത്ത് പാകപ്പിഴകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം. പകരം അതിനെ തന്നെ അടിച്ചുടച്ചു എന്ന് പറഞ്ഞപ്പോ എന്താ പറയുക? ഇന്ത്യയുടെ വികസനത്തിന്റെ ഒരു രാസത്വരകം ഇല്ലാതെയാക്കുക ചെയ്തത്. അത് തന്നെ വലിയ തെറ്റായിരുന്നു. അത് കഴിഞ്ഞ് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ഡീമോണിറ്റൈസേഷൻ. ഇതൊക്കെ അദ്ദേഹത്തിന് ആരാ ഇത്തരം ഉപദേശങ്ങൾ കൊടുക്കുന്നതെന്ന് നമുക്ക്, അതായത് ഡീമോണിറ്റൈസേഷനിൽ ചില നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ലക്ഷ്യങ്ങൾ നടക്കത്തക്ക പ്രാഥമികമായ
സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടല്ല അത് നടപ്പാക്കിയത്. അതുകൊണ്ട് അത് അട്ടർ ഫെയിലിയർ ആയിപ്പോയി. ഇന്ത്യൻ ഇക്കോണമിയെ അഗാധങ്ങളിലേക്ക് തള്ളിവിട്ടു ഡിമോണിറ്റൈസേഷൻ. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഗ്രോത്ത് അതൊക്കെ കേട്ട് ചിരിച്ചാലേ ഓഡിയൻസ് അവരുടെ ടിവിക്ക് കല്ലെറിയും. അല്ലല്ല, അത് അവരവരവരുടെ ടി വി കല്ലെറിഞ്ഞോട്ടെ. പക്ഷേ ടീച്ചർ പറയുന്ന, നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന സമയത്ത്, ഡിമോണിറ്റൈസേഷൻ സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. ഇന്നും ഈ പറയുന്ന ഇതിനെ ഇതിനെ തച്ചുടച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അതിനെ പറ്റിയുള്ളൊരു ടീച്ചർ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ ടീച്ചർ. അപ്പൊ അതാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള, അതായത് നരേന്ദ്രമോദി വന്ന ഉടനെ തന്നെ, അധികം താമസിക്കുന്നതിന് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ 1956 മുതൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഏറ്റവും കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിവതും ഇന്ത്യക്ക് തന്നുകൊണ്ടിരുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാൻ തന്നെ റിസൈൻ ചെയ്തു പോയി. എന്തിനാ അദ്ദേഹം റിസൈൻ ചെയ്തു പോയത്? അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയല്ല ഡേറ്റ വേണ്ടത്, ഈ തരത്തിലുള്ള ഡേറ്റ വേണം. അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ ഇന്ത്യ അങ്ങ് പറന്ന് പൊങ്ങുകയാണെന്നാണ് പറയുന്നത്, നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട്. കാരണം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്ന കാലം മുതൽ കാണുന്ന മനുഷ്യരെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഉയർച്ചയെ പറ്റി ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകളും അതിനനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ മുഖമിനുക്കൽ പരിപാടി തന്നെ നമ്മൾ വളരെ നിശിതമായിട്ട് വിമർശിക്കേണ്ടതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും ജനങ്ങൾ നികുതി കൊടുക്കുന്ന അല്ലെങ്കിൽ നികുതിയേതര രീതിയിൽ ഖജനാവിലേക്ക് എത്തിക്കുന്ന പണം എടുത്താണ് ഈ പദ്ധതികൾ ചെയ്യുന്നത്. ഇവരുടെ ആരുടെയും പിതൃസ്വത്ത് എടുത്തല്ല. അപ്പൊ ഇവർക്ക് എന്തിനാണ് ഈ മുഖമിനുക്കൽ? ഇപ്പൊ തന്നെ നമ്മുടെ വിഴിഞ്ഞം അപ്രോച്ച് റോഡിന് കൊടുത്ത പണം അത് ചെലവഴിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ വിഴിഞ്ഞം പ്രോജക്റ്റില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പേര് കൂടി വന്നിട്ടില്ല. ഗവൺമെന്റ് ഇന്ത്യയുടെ പേര്, കേരള ഗവൺമെന്റിന്റെ പേരോ ഇന്ത്യ ഗവൺമെന്റിന്റെ പേരോ ഒരു പദ്ധതിയിലും വരേണ്ട ആവശ്യമില്ല. കാരണം ഈ ഗവൺമെന്റുകളൊന്നും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല ചെലവഴിക്കുന്നത്, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം തന്നെയാണ് ചെലവഴിക്കുന്നത് ജനക്ഷേമത്തിനു വേണ്ടി. എന്നിട്ട് കൊണ്ടുവരുന്ന പല പദ്ധതികളും ജനക്ഷേമകരമല്ല. അതിന്റെ ഒരു ഒന്നാന്തര ഉദാഹരണമാണ് പിന്നെ വിഴിഞ്ഞത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടിരിക്കുന്ന, ഇപ്പൊ ഫിഷിങ്ങിന് പോകാൻ പറ്റില്ലാത്ത ഫിഷർ ഫോക്ക്, അത് പോട്ടെ. അപ്പൊ ഇതുപോലെയാണ്. ഇനിയിപ്പോ നമ്മള് നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞല്ലോ, മിസ്റ്റർ രാജേന്ദ്രൻ പറഞ്ഞല്ലോ, എം എസ് സ്വാമിനാഥൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത് 2002 BJP ഗവൺമെന്റ് ആയിരുന്നു, വാജ്പേയി ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ ആ കമ്മീഷന്റെ റിപ്പോർട്ട് 2006 സമർപ്പിക്കപ്പെടുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 24 കാർഷിക വിളകൾക്കാണ് പ്രൊക്യൂർമെന്റ്, അതായത് അവയെ പ്രൊക്യൂർ ചെയ്യുന്നു, സംഭരിക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്ന വിലയിൽ. എന്നിട്ട് അത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ വേണ്ടി 1997 അതിന്റെ തന്നെ ഒരു എന്താ പറയുക, ഒരു ആക്ട്, ഡീസെൻട്രലൈസ്ഡ്, അതായത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് വിളയും സംഭരിച്ച് അതിന്റെ ചെലവ്, അതിന് വേണ്ടി വരുന്ന ചെലവ്, ഇതെല്ലാം കൃത്യമായിട്ട്, ഇപ്പൊ നെല്ലാണെങ്കിൽ നെല്ല് സംഭരിച്ച് അത് അരിയാക്കി FCIയെ ഏൽപ്പിക്കുക. എന്നിട്ട് അതിന്റെ ചെലവുകൾ മുഴുവനും കൃത്യമായിട്ട് CAG ഓഡിറ്റ് ചെയ്ത് കേന്ദ്രത്തിൽ എത്തിക്കുക. അങ്ങനെ എത്തിക്കുമ്പോഴേക്ക് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന റേറ്റിലുള്ള ചെലവുകൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് തരും. പക്ഷേ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല. മറ്റു ഗവൺമെന്റുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊപ്രയുടെ പ്രൊക്യൂർമെന്റ് കർണാടകം വളരെ മനോഹരമായിട്ട് നടത്തി, പക്ഷെ കേരളം നടത്തിയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ MS സ്വാമിനാഥന്റെ ഈ 24 ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്യാനുള്ള തീരുമാനം എടുത്തത് എന്താണ്, UPA 1 ഗവൺമെന്റ് ആണ്. അങ്ങനെയാണ് പ്രൊക്യൂർമെന്റ് പ്രൈസ്. പക്ഷേ ഇപ്പൊ BJP ഗവൺമെന്റും പ്രൊക്യൂർമെന്റിന്റെ വില വർദ്ധിപ്പിക്കുന്നുണ്ട് ഓരോ ക്രോപ്പിന്റെയും. അത് ഈ പ്രാവശ്യത്തെ, അതായത് ഇപ്പൊ ഈ ഒരു ഓട്ടോൺ അക്കൗണ്ടാണ് വരുന്നതെങ്കിലും ഇലക്ഷൻ വരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇനി വീണ്ടും നല്ല ഹൈക്ക്, നല്ല വർധനവ് ഈ പ്രൊക്യൂർമെന്റ് പ്രൈസസിൽ വന്നേക്കാം. അപ്പൊ അതൊക്കെ പിന്നെ മോശം സൂചകമെന്നല്ല, ഏറ്റവും തിരസ്കരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് കാർഷിക മേഖല നിൽക്കുക. ഇപ്പൊ രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞല്ലോ,
കാർഷിക മേഖലയിൽ കൂടുതൽ തൊഴിലുണ്ടായി. എന്തുകൊണ്ടാണെന്നും കൂടി രഞ്ജിത്ത് കാർത്തികേയൻ ഓർക്കണം. കാർഷികേതര മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് ഈ കാർഷിക മേഖലയിൽ തന്നെ അവർ അടിഞ്ഞുകൂടുന്നു. അപ്പൊ പെർ ക്യാപിറ്റ ഉൽപാദനം അത് വളരെ കുറഞ്ഞു പോകുന്നു. അതൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളാണ്. എത്രയോ ഓരോ വർഷവും കോടിക്കണക്കിന് തൊഴിൽ സൃഷ്ടിക്കുമെന്നാണ് BJP ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ അതിന്റെ ഒരു അയലത്ത് പോലും എത്താനൊത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 16 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരുന്ന റെയിൽവേസ് ഇപ്പൊ എത്ര പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടുക. എന്താണ് BJP ഗവൺമെന്റ് വന്നിട്ട് ചെയ്തത്? ഏറ്റവും മോശമായ നടപടി എന്തായിരുന്നു അത്? അതായത് ബിബേക് ദെബ്രോയ് കമ്മിറ്റി 2014 അവസാനത്തോടെ റെയിൽവേ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത്? നമ്മുടെ റെയിൽവേസിന്റെ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കണം എന്നാണ് പറഞ്ഞത്. റെയിൽവേ ബജറ്റ് നിർത്തലാക്കണം എന്ന് പറഞ്ഞു. അത് നിർത്തലാക്കി. റെയിൽവേയെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഭാഗമാക്കണമെന്ന് പറഞ്ഞു. അതും നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. റെയിൽവേയിലെ റിക്രൂട്ട്മെന്റ് ഒക്കെ കുറഞ്ഞു, വളരെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ സമസ്തമായിട്ട് റെയിൽവേയെ പൂർണ്ണമായിട്ടും ശരിക്ക് അലകും പിടിയും മാറ്റുന്ന സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിലേക്ക് പോയി. അതുപോലെ ആദ്യ ബജറ്റിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അല്ല, ഈ BJPയുടെ ആദ്യ ബജറ്റിൽ തന്നെ അതെ നരേന്ദ്രമോദി വന്നതിന് ശേഷം പറഞ്ഞിരുന്നു സബ്സിഡീസ് ഘട്ടം ഘട്ടമായി വെട്ടിക്കുറയ്ക്കുമെന്ന്, ഇല്ലാതെയാക്കുമെന്ന്. അതിലാണ് അജിംഷാദ് നേരത്തെ പറഞ്ഞത്. അതായത് എന്താണ് പറഞ്ഞത്? WTO ആണ് ഈ സബ്സിഡികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പക്ഷെ WTO എന്താ പറഞ്ഞിരിക്കുന്നത്? കർഷകർക്ക് എല്ലാ വികസ്വര രാഷ്ട്രങ്ങളിലും കർഷകർക്ക് കാർഷിക GDPയുടെ 10% വരെ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വികസിത രാഷ്ട്രങ്ങളാണെങ്കിൽ കാർഷിക GDPയുടെ 5% വരെ കൊടുക്കാവൂ. ഇതാണ് നിയന്ത്രണം. ഈ നിയന്ത്രണം WTO എടുത്തു മാറ്റിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഈ സബ്സിഡി ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പറഞ്ഞ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്? അതേപ്പറ്റി വിവരമുള്ളവരാരും കേന്ദ്രമന്ത്രിസഭയിലോ ഒന്നുമില്ലേ? അവിടുത്തെ IAS ഓഫീസർമാർ എന്ത് ചെയ്യുകയാണ്? ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്ന് പറയുന്നതിന്റെ ഗിമ്മിക്ക് അത് കൃത്യമായി ടീച്ചർ വരച്ചിടുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ആ ബോൾ ഫോർവേഡ് ചെയ്തത്. 2014 മുതൽ ഉള്ള ഒരു ഡെക്കേഡിന്റെ ട്രാൻസ്ഫർമേഷൻ നോക്കുകയാണെങ്കിൽ മേരി ടീച്ചർ എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. കാരണം വളരെ പൊളിറ്റിക്കലായിട്ട് അത് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. അതായത് പോളിറ്റിക്സ് അതിലില്ല. ഈ ഇൻഫ്രാസ്ട്രക്ചർ ആണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഗ്രികൾച്ചർ സെക്ടറിന് ഇതുവരെ ഒരു 70 വർഷമായിട്ടും നമുക്കൊരു ഗ്രോത്ത് പാത്ത് ഇല്ലാത്തതിന്റെ മേജർ കാരണം ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ വെയർ ഹൗസിംഗ് ഇല്ല, കോൾഡ് ചെയിൻ ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ലോജിസ്റ്റിക്സ് ഇല്ല. അപ്പോ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് കേട്ടിട്ട് വർത്താനം പറയൂ. അതായത് കേൾക്കൂ. അതായത് യൂണിവേഴ്സിറ്റീസിന്റെ ഇൻക്രീസ് ആണെങ്കിലും എൻറോൾമെന്റ് റേഷ്യോ ആണെങ്കിലും ടോട്ടൽ എഡ്യൂക്കേഷന്റെ ഒരു ഇൻക്രീസ് ആണെങ്കിലും ട്രാൻസ്ഫർമേഷനിലായിട്ടുള്ള ഒരു റിസീലിയന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണ് ഈ പറയുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അലകും പിടിയും മാറ്റി. ഇന്ന് വന്ദേ ഭാരത് അവർ പറഞ്ഞിട്ട കാര്യങ്ങളുടെ വസ്തുതകൾ പറയൂ. ഇത് ഫീൽ ചെയ്യണ്ടേ ജനങ്ങൾക്ക്? സാധനം മേടിക്കാൻ പോകുന്നവർ, ഗ്യാസ് മേടിക്കാൻ പോകുന്നവർ, വിദ്യാർത്ഥികൾ, യുവതികൾ, തൊഴിലുറപ്പുകാർ, ഇവരൊക്കെ ഇന്ന് കേരളത്തിൽ ഒരു പക്ഷേ നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇവിടത്തെ ഒരു ഇൻഎഫിഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേന്ദ്രവുമായിട്ട് ബ്രാൻഡിംഗ് ആയിട്ടുള്ള പ്രശ്നത്തിന് ചിലപ്പോ കേരളത്തിലില്ല. ഇന്ന് തമിഴ്നാട്ടിൽ നോക്കൂ. അപ്പോ അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ രീതിയാണ് റെയിൽവേ യാത്രാ രീതി.
അത് എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് നോക്കുക. 2014 ശേഷം റെയിൽവേയാണ് സാധാരണക്കാരന്റെ യാത്രാ മാധ്യമം ഇന്ത്യയിൽ എവിടെയും. അത്രയും ചെലവ് കുറഞ്ഞ് യാത്ര ചെയ്യാമായിരുന്ന ആ റെയിൽവേ സിസ്റ്റത്തിന്റെ യാത്രാ കൂലി എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് മിസ്റ്റർ രഞ്ജിത്ത് കാർത്തികേയൻ ഒന്ന് ഞാൻ ചോദിക്കുന്നത്, അപ്പം കമ്പാരിറ്റീവ് ആയിട്ട് നമുക്കൊരു ഇൻക്രിമെന്റ് വരണ്ട. അതായത് ഈ പറയുന്ന ഒരു കാര്യത്തിലും പ്രൈസ് ഇൻക്രീസ് പാടില്ല എന്നാണോ പ്രൊഫസറിന്റെ ഒരു അഭിപ്രായം? അല്ല ഞാൻ പറയാം. ഞാൻ അതിന്റെ ലോജിക്ക് പറയാം. ഇത്തിരി സമയം തരൂ. അതായത് കാര്യങ്ങളിൽ താങ്കൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് ടീച്ചർ പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ. കാരണം പ്രൈസ് ഇൻക്രീസ് വരാൻ പാടില്ല. ഇപ്പോൾ ഇതുവരെയുള്ള കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 30% കുറച്ച് കൊണ്ടുവന്ന് 20% ഒപ്പിച്ചു. അതേ സമയത്താണ് നമ്മൾ മേടിക്കുന്ന, അതായത് ഓർക്കണം, ഈ കോർപ്പറേറ്റ് ഭീമന്മാര് അവരുടെ വരുമാനത്തിന്റെ ഒരു മൈക്രോസ്കോപ്പിക് എമൗണ്ട് മാത്രമാണ് നിത്യോപയോഗ സാധനങ്ങൾക്കായിട്ട് ചെലവഴിക്കേണ്ടി വരിക. ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പറയുന്ന കാര്യങ്ങൾക്ക് റെസ്പോൺസ് എനിക്ക് ചെയ്തേ വെക്കുള്ളൂ. ഈ കോർപ്പറേറ്റ് റേറ്റ് ഓഫ് ടാക്സും ഈ റെയിൽവേ ടിക്കറ്റിന്റെ വിലയും കൂടെ കമ്പയർ ചെയ്യുന്നത് ഏത് എക്കണോമിക് ഒരു രീതിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ടീച്ചർ തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നത് ഇവിടെ അദാനിയുടെ പോർട്ട് വരുന്നു എന്ന് പറഞ്ഞ് അദാനിയുടെ നമ്മൾ വളരെയധികം ആഘോഷിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി ബലൂൺ വരെ പറപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ ജോബ് ക്രിയേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നു, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ഈ പറയുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാണ്. അത് ഇവിടുത്തെ കേരളയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്, കേരളത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. അപ്പൊ നാച്ചുറലി കോർപ്പറേറ്റ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റ്മെന്റും ജോബ് ക്രിയേഷനും വരണമെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ വേണം. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് കാണിച്ചു തന്നു. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു പഴയ നെറേറ്റീവ് ഉണ്ട്. അതായത് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് 22% 25% കംപ്ലയൻസ് കൂടി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണ്ട് ഒരുപാട് ശരിയാണ്. കോർപ്പറേറ്റുകളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ രചിക്കണം. ഇതൊക്കെ എന്തിനാണ്? ഈ പണവും തൊഴിലും രാജ്യത്ത് ഉറപ്പിക്കാനാണ്. അത് കൃത്യമായും ശാസ്ത്രീയമായും സാധാരണക്കാരിലേക്ക് വിതരണം കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ ഉദ്ദേശം അവിടെ വിതരണം ചെയ്യുന്നതിന് സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നു, വില കൂടുന്നു, റെയിൽവേ ചാർജ് കൂടുന്നു, പെട്രോൾ വില കൂടുന്നു, ഗ്യാസ് വില കൂടുന്നു. പക്ഷേ ഈ പറയുന്ന ഇതിനെല്ലാം അഫോർഡബിലിറ്റി, ഇൻകം ഏണിംഗ് കപ്പാസിറ്റി കൂടി, നമ്മുടെ റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി, അത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പാരിറ്റീവ്ലി ഉള്ള വളർച്ച മാത്രമാണ്. അത് കമ്പാരിറ്റീവ്ലി ഉള്ള വളർച്ച മാത്രമാണ്. ഈ ബാങ്കുകളിലേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടായതല്ല, അത് കമ്പാരിറ്റീവ് ആണ്. നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് അതൊരു ഒരു ഡെഫിനറ്റ് ആയിട്ടും ടീച്ചറിന് ക്രിട്ടിസൈസ് ചെയ്യാം. ഞാനും ലേൺ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു കമ്പയർ ചെയ്യുമ്പം ഒരു ടിക്കറ്റിന്റെ നിരക്ക് കൂടി, പക്ഷെ ഇൻകം ടാക്സിന്റെ റേറ്റ് കുറഞ്ഞു. ഇതെങ്ങനെ കമ്പാരബിൾ ആവും? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ പാർട്ടിസാനായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നു. താങ്കൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു പൗലോസ് എന്ന് പറയുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അതെ ശ്രീമതി ടീച്ചർ, ഞാൻ തിരിച്ചെത്താം. മേരി ടീച്ചർ, ഈ തെങ്ങുംപള്ളിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. വസന്ത് തെങ്ങുംപള്ളി, ശ്രീ തെങ്ങുംപള്ളി ഇവിടെ പറഞ്ഞു അത് മനസ്സിലാകുന്നില്ല എന്ന് രഞ്ജിത്ത് കാർത്തികൻ. അത് മാർ പൗലോസ് മാർ എന്ന് പറയുന്ന ഒരു വൈദികനുണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യമാണ്,
എപ്പോഴും ഒരു സാമ്പത്തിക ചർച്ചയിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പ്രിൻസിപ്പിളാണത്. കാരണം ഈ പട്ടിണി മാറാനുള്ള ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ടും പിന്നീട് രാജ്യത്ത് എന്തുകൊണ്ട് പട്ടിണി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഭരണാധിപന്മാർക്ക് സ്നേഹത്തിൻ്റെ പൂവ് ദർശിക്കാനാകാത്തത് കൊണ്ടാണെന്നാണ് അവർ. ആ സ്നേഹത്തിൻ്റെ പൂവ് എന്നതുകൊണ്ട് താൻ ഉദ്ദേശിച്ചത് ഒരു മൃദുല വികാരമല്ല, മറിച്ച് അത് ഉള്ളവരിൽ നിന്നില്ലാത്തവരിലേക്ക് പിടിച്ചു കൊടുക്കുന്ന പോരാട്ടത്തിൻ്റെ ശബ്ദത്തെയാണെന്നൊക്കെയാണ് മാർ പൗലോസ് മാർ എന്ന ഒരു വൈദികൻ, അദ്ദേഹം കാവ്യമൊക്കെ ഇടുന്ന ഒരു വൈദികനായിരുന്നു, അദ്ദേഹം പറഞ്ഞിരുന്നത് അതാണ്. ഈ ഭരണാധിപന്മാർക്ക് ഇതൊക്കെ ഈ ഡാറ്റകളും സ്റ്റാറ്റിസ്റ്റിക്സും മാത്രമായി കാണാതെ ഇതിനെയൊക്കെ വിശാലാർത്ഥത്തിൽ ഇത് ജനങ്ങൾ, മത്തായിയും മാധവനും മമ്മദും ഒക്കെ കാണുന്ന ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന, അവൻ്റെ ജീവിതവും അവൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒന്നാണ് ഈ എക്കണോമിക്സ്, അതാണ് ബജറ്റ് എന്ന് പറയുന്നതിലേക്ക് പോകുന്ന ഒരു വിശാല കാഴ്ചപ്പാട് രഞ്ജിത്ത് കാർത്തികേയൻ ഇല്ലാത്തതുകൊണ്ടാണ്. രഞ്ജിത്ത് കാർത്തികേയൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയും അല്ലെങ്കിൽ അത്തരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ മാത്രം ആ ഒരു കോർപ്പറേറ്റ് സ്വഭാവമുള്ളവരുടെ മാത്രം കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് റെയിൽവേ ടിക്കറ്റ് വർദ്ധിക്കുന്നതും കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്നതും തമ്മിൽ താങ്കൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ വരാം, അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് എത്താം. ശ്രീ തെങ്ങുംപള്ളി, ഈ ബജറ്റ് മുമ്പോട്ട് വെക്കുന്നതിൻ്റെ സാധ്യതകൾ പറയുന്നുണ്ട്. ഒരു ഇൻ്ററിം ബഡ്ജറ്റാണ്, ഇടക്കാല ബഡ്ജറ്റാണ്, ഒക്കെ ശരിയാണ്. അതിൻ്റെ സാധ്യതകൾ പറയുന്നത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ആ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമെടുത്തത് തൊഴിലുറപ്പിലടക്കം പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത്. ഈ അവകാശവാദങ്ങളെ കക്ഷി രാഷ്ട്രീയ താല്പര്യം വെച്ച് മാത്രം പ്രതിരോധിക്കേണ്ട ഒന്നല്ല. തെങ്ങുംപള്ളി, അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് ഈ BJP-യുടെ രൂപീകരണ സമയത്ത് അവരുടെ എക്കണോമിക് പോളിസി, അവരുടെ ആദ്യ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഗാന്ധിയൻ സോഷ്യലിസമാണ്. ഗാന്ധിയൻ സോഷ്യലിസം എന്ന് എഴുതാൻ പോലും ടീംസാണ് ഗാന്ധിയൻ സോഷ്യലിസം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം BJP എല്ലാ കാലത്തും പ്യുവർ റൈറ്റ് ആണ്, റൈറ്റിന്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ്. അവരുടെ സാമ്പത്തിക നയങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. എഴുതി വെച്ചത് ഗാന്ധിയൻ സോഷ്യലിസം ആണെങ്കിൽ. പക്ഷേ ഈ നേരത്തെ മേരി ടീച്ചർ പറഞ്ഞതുപോലെ ഇലക്ഷൻ അടുക്കുമ്പോൾ ചില കുക്കിടപ്പ് ഡാറ്റസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ വികസനം വരുത്തി തീർക്കാൻ മാത്രമാണ് ഇവരെല്ലാ കാലത്തും ശ്രമിച്ചിരിക്കുന്നത്. അതായത് GDP ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ GDP-യിലേക്ക് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ള ചർച്ചയുണ്ട് നമുക്ക്. അതിൻ്റെ അകത്ത് എത്രത്തോളം വർധനം ഉണ്ടായിട്ടുണ്ട്, അതിൽ എത്രത്തോളം ഇടിവുണ്ടായി എന്നുള്ള ചർച്ചയുണ്ടേ. എഡ്യൂക്കേഷണൽ സെക്ടർ നോക്കണ്ടേ. ഇപ്പൊ അംബാനിയുടെ സ്വത്ത് അല്ലെങ്കിൽ അദാനിയുടെ സ്വത്ത് വർദ്ധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ കോപ്പറേറ്റീവുകൾക്ക് എതിരൊന്നുമില്ല. പക്ഷേ അവരുടെ സ്വത്ത് ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചാലും GDP ഇൻക്രീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റിക് അപ്രോച്ച് അത് ഇവർക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യമായിട്ടില്ല. ഇപ്പൊ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നാരി ശക്തി എന്നാണല്ലോ ഇവര് എല്ലാ കാലത്തും പറഞ്ഞത്. കഴിഞ്ഞ തവണ ഇവർ അധികാരത്തിൽ വന്ന സമയത്ത് ഇവർ പറഞ്ഞത് നാരി പ്രൊട്ടക്ഷൻ എന്നുള്ളതായിരുന്നു. അങ്ങേക്കറിയാമോ, NCRB-യുടെ കണക്ക് പ്രകാരം 2021-22 വർഷം മാത്രം ഉണ്ടായിരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളുടെ വർധനവ് 32%. NCRB-യുടെ കണക്ക് 32%. അത്രത്തോളം വർധനവ് ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നോക്കൂ, ഇപ്പൊ ഇവര് മാക്സിമം പോയാൽ ഈ നാരി ശക്തി എന്ന് പറഞ്ഞ എന്ത് ചെയ്യും, തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്നതിൻ്റെ അകത്ത് ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൂട്ടിവെക്കും. നല്ല കാര്യം ഡയറക്ട്ലി അവരിലേക്ക് എത്തുകയാണല്ലോ. പക്ഷെ ഈ 20 രൂപ കൂട്ടി വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, LPG-ക്ക് 150 രൂപ ഒറ്റയടിക്ക് കൂട്ടും. 20 രൂപ പെർ ഹെഡ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്നിടത്ത് നിന്ന് നേരെ 150 രൂപ അല്ലെങ്കിൽ 200 രൂപ LPG-യിൽ കൂട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇവർ കൊടുത്ത് 20 രൂപയുടെ കൂടെ 130 രൂപ കൂടി സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് എക്സ്ട്രാ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സിദ്ധാന്തം. ആ സിദ്ധാന്തമാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെ സാധാരണക്കാർക്ക് മേരി ടീച്ചറെ പോലെ അല്ലെങ്കിൽ രഞ്ജിത്തിനെ പോലെയൊക്കെ വലിയ സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിവില്ലാത്തവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ കൊള്ളാലോ, ഇത് 20 രൂപ ഇതിൽ കൂട്ടിയല്ലോ. അല്ലെങ്കിൽ നോക്കൂ, ഈ മറ്റേ 2000 രൂപ വീതം കൊടുക്കുന്നുണ്ടല്ലോ കർഷകർക്ക്, അതിപ്പോ 9000 രൂപ അല്ലെങ്കിൽ 10000 രൂപയാക്കും, 12000 രൂപയാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ കൊള്ളാലോ, 12000 രൂപയാക്കിയല്ലോ. അതായത് 6 മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ പല ഘടുക്കളായി 12000 രൂപ കൊടുക്കുന്നിടത്ത് ഇവരെന്ത് ചെയ്തു, വിവിധ ഘട്ടങ്ങളായി കൊടുക്കേണ്ടിയിരുന്ന 20000 രൂപയോളം വരുന്നത്. ഞാൻ കണക്ക് എക്സാക്ട് അല്ല, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ കണക്കാണ് പറയുന്നത്. 20000 രൂപയോളം കൊടുക്കേണ്ടിയിരുന്ന താങ്ങുവില എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് കളയും. അതായത് 6000 രൂപ അധികം കൊടുക്കുമ്പോൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരുന്ന വേറെ ഇൻഡയറക്റ്റ് രീതികളിലൂടെ കൊടുത്തുകൊണ്ടിരുന്ന കട്ട് ചെയ്തിട്ട് അതിന്റെ പാതി ഡയറക്റ്റ് ആയി കൊടുക്കുന്നു. അതിന്റെ ഒരു ഗുണം എവിടെയാന്ന് വെച്ചാൽ, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ഫ്രീ പീസസ്
കൊടുക്കുന്നത് പോലെ സർക്കാർ എന്ത് വലിയ ചെയ്തുവെന്ന് പൊതുജനത്തിനുള്ളിൽ ഒരു ഒരു അതായത് ഈ ഇ ഡിയെ ഉപയോഗിക്കുന്നത് പോലെയാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിക്കുന്നത് പോലെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എല്ലായിടത്തും കയറുന്നു, BJP ഇതര സംസ്ഥാനങ്ങളിലോ അടക്കം മന്ത്രിമാരെ കയറുന്നു, മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഈ ED എടുത്തിട്ടുള്ള കേസുകളിൽ എത്ര എണ്ണമാണ് ട്രയൽ നടന്നിട്ടുള്ളത്, എത്ര എണ്ണമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, എത്ര എന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വലിയ പൊള്ളത്തരം മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഈ പണ്ട് കൂട്ടിലെ തത്തയെന്നല്ല, ഇത് കയ്യിലെ ആയുധമാണ് ED എന്ന് ബോധ്യമാകുന്നത്.